ഇന്ന് സെപ്റ്റംബർ 4. ഇന്ന് രാത്രിയും നാളെയും ഓണം സ്പെഷ്യൽ ആയിട്ടുള്ളതുമടക്കം ഈ ആഴ്ചത്തെ OTT റിലീസ് അപ്ഡേറ്റുകളും പുതിയ OTT അപ്ഡേറ്റുകളുമെല്ലാമാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആദ്യത്തേത് മഞ്ജു വാര്യർ അഭിനയിച്ച ഫൂട്ടേജ് എന്ന അഡൾട്ട് എക്സ്പെരിമെന്റൽ ത്രില്ലർ മലയാളം സിനിമ സെപ്റ്റംബർ 5 മലയാളം ഭാഷയിൽ സൺ നെക്സ്റ്റിലൂടെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷമുള്ള സമയങ്ങളിൽ എപ്പം വേണമെങ്കിലും OTT റിലീസ് ആകും. രവീന്ദ്ര നീ എവിടെ എന്ന ഫാമിലി കോമഡി മലയാളം സിനിമ നേരത്തെ അറിയിച്ചതുപോലെ ഇന്നലെ വൈകിട്ട് സൈന പ്ലേയിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ആയിട്ടുണ്ട്. അടുത്തത് ഫ്ലാസ്ക് എന്ന ഡീസന്റ് അഭിപ്രായം നേടിയ ത്രില്ലർ കോമഡി മലയാളം ചിത്രവും ഉണ്ണി മുകുന്ദൻ മുകേഷ് ഒക്കെ അഭിനയിച്ച കാർത്തികൻ എന്ന മലയാളം സിനിമയും മലയാളം ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ചിത്രമായ പോലീസ് ഡേ, മലയാളം സിനിമയായ നെജസ്, ഈ 4 സിനിമകളും ഇന്ന് മനോരമ മാക്സിലൂടെ മലയാളം ഭാഷയിൽ ഓണം സ്പെഷ്യൽ ആയിട്ട് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. നാളെ സെപ്റ്റംബർ 5 OTT റിലീസ് ആകുമെന്ന് നേരത്തെ ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തു വന്ന കമ്മട്ടം എന്ന ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ മലയാളം സീരീസ് ഓണം സ്പെഷ്യൽ ആയിട്ട് ഒരു ദിവസം നേരത്തെ ഇന്ന് ZEE5ലൂടെ മലയാളത്തിൽ OTT റിലീസ് ആയിട്ടുണ്ട്. ഡീസന്റ് എബോ ആവറേജ് അഭിപ്രായമൊക്കെ നേടിയിട്ടുള്ള ഒരു മലയാളം ചിത്രമാണ് മീശ. ഈ സസ്പെൻസ് സർവൈവൽ ഡ്രാമ സിനിമ സെപ്റ്റംബർ 12 മനോരമ മാക്സിലൂടെ മലയാളത്തിൽ OTT റിലീസ് ആകുമെന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ്. 510 കോടി കളക്ഷൻ കടന്ന ആദ്യം മിക്സഡും ആവറേജും അഭിപ്രായം നേടി പിന്നീട് പോസിറ്റീവ് അഭിപ്രായം നേടിയ രജനീകാന്ത് നായകനാകുന്ന മാസ് ആക്ഷൻ ത്രില്ലർ തമിഴ് ചിത്രമാണ് കൂലി. സിനിമ നേരത്തെ അറിയിച്ചതുപോലെ ആമസോൺ പ്രൈമിലൂടെ സെപ്റ്റംബർ 11 മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ആകും. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. കൊത്തലവാടി എന്ന കന്നഡ ആക്ഷൻ സിനിമ നാളെ സെപ്റ്റംബർ 5 ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, കന്നഡ അടക്കം പാനിന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ആകുന്നതാണ്. ആവറേജ് എബോ ആവറേജ് അഭിപ്രായം നേടിയ തമിഴ് റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് ബൺ ബട്ടർ ജാം. സിനിമ ഇപ്പം വിദേശത്ത് UK-യിൽ ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായിട്ട് OTT റിലീസ് ആയിട്ടുണ്ട്. തെലുങ്ക് പാനിന്ത്യൻ സിനിമയായ കണ്ണപ്പ ഇന്ന് മുതൽ ആമസോൺ പ്രൈമിലൂടെ മലയാളം അടക്കം പാനിന്ത്യൻ ഭാഷകളിൽ കാണാവുന്നതാണ്. ഹോളിവുഡ് ആക്ഷൻ ചിത്രമായ ഐസ് റോഡ് വെഞ്ചൻസ് എന്ന സിനിമയും ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെ മലയാളം, ഇംഗ്ലീഷ്, തമിഴ് അടക്കമുള്ള പാനിന്ത്യൻ ഭാഷകളിൽ കാണാവുന്നതാണ്. 12 എപ്പിസോഡുള്ള കോൺഫിഡൻസ് ക്യൂയിൻ എന്ന പുതിയ ക്രൈം കോമഡി കൊറിയൻ സീരീസ് ആഴ്ചകളിൽ ശനിയാഴ്ച ഓരോ എപ്പിസോഡ് വീതമായിട്ട് സെപ്റ്റംബർ 6 മുതൽ ആമസോൺ പ്രൈമിലൂടെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കൊറിയൻ ഭാഷകളിലായിട്ട് OTT റിലീസ് ചെയ്ത് തുടങ്ങുന്നതാണ്. ശ്രദ്ധ ശ്രീനാഥ് അഭിനയിക്കുന്ന പുതിയ ഡിജിറ്റൽ ത്രില്ലർ തമിഴ് സീരീസാണ് ദ ഗെയിം. നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 2 സീരീസ് OTT റിലീസ് ആകും. തമിഴ് ഭാഷയ്ക്ക് പുറമെ മലയാളം പോലെ കൂടുതൽ ഭാഷകളിലും സീരീസ് OTT റിലീസ് ആകാൻ സാധ്യതയുണ്ട്. സറണ്ടർ എന്നൊരു തമിഴ് ക്രൈം ത്രില്ലർ ചിത്രം ഇന്ന് സൺ നെക്സ്റ്റിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ആയിട്ടുണ്ട്. വിഷ്ണു മഞ്ജു അഭിനയിച്ച 2016 ഇറങ്ങിയ റൊമാൻറ്റിക് കോമഡി എന്റർടൈൻമെന്റ് തെലുങ്ക് ചിത്രമാണ് ഈദോ രാഗം ആദോ രാഗം. സിനിമയ്ക്ക് കല്യാണ ഗലട്ട എന്ന പേരിട്ട് കൊണ്ട് തമിഴ് ഭാഷയിൽ ഡബ് ചെയ്ത് യൂട്യൂബിലൂടെ ഭവാനി HD മൂവീസ് എന്ന ചാനലിലൂടെ ലഭ്യമാക്കിയിരിക്കുകയാണ്. വെനസ്ഡേ എന്ന അമേരിക്കൻ ഹൊറർ സീരീസിന്റെ 2ാമത്തെ സീസന്റെ എല്ലാ 8 എപ്പിസോഡുകളും ഇപ്പം നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലായിട്ട് OTT റിലീസ് ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. വലിയ വിജയമായിട്ടുള്ള ഹോളിവുഡ് ഫാന്റസി ചിത്രമാണ് ലിലോ ആൻഡ് സ്റ്റിച്ച്. സിനിമ ഇപ്പം ഇന്ത്യയിലും കൂടെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, കന്നഡ ഭാഷകളിലായിട്ട് OTT റിലീസ് ആയിട്ടുണ്ട്. ഇൻസ്പെക്ടർ സെൻഡെ എന്ന പുതിയ ഹിന്ദി ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ സെപ്റ്റംബർ 5 നാളെ ഉച്ചക്ക് 1:30 മുമ്പായിട്ട് തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലായിട്ട് ഡയറക്റ്റ് OTT റിലീസ് ആകും. തിയേറ്ററിൽ വിജയിച്ച് മികച്ച അഭിപ്രായം നേടിയ ദ നേക്കഡ് ഗൺ എന്ന ഹോളിവുഡ് പാരഡി ക്രൈം കോമഡി ആക്ഷൻ സിനിമയും മികച്ച അഭിപ്രായം നേടിയ നോബഡി 2 എന്ന ആക്ഷൻ ത്രില്ലർ ഹോളിവുഡ് സിനിമയും ഇപ്പം ആമസോൺ പ്രൈമിലൂടെയും കൂടുതൽ ഡിജിറ്റൽ സർവീസുകളിലും ഇന്ത്യക്ക് പുറത്ത് ഇംഗ്ലീഷ് ഭാഷയിലായിട്ട്
അമേരിക്കയിൽ റെന്റ് ഓപ്ഷനിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. വിജയിക്കാൻ സാധിക്കാതെ പോയ ഹിന്ദി റൊമാന്റിക് ചിത്രമാണ് ആൻകോൻ കി ഗുസ്തകിയാൻ. സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം സെപ്റ്റംബർ 5-ാം തീയതി ZEE5 ഹിന്ദി ഭാഷയിൽ മാത്രം OTT റിലീസ് ആകും. അടുത്തത് തെലുങ്ക് ആക്ഷൻ ചിത്രമായ അർജുൻ സൺ ഓഫ് വൈജയന്തി, തമിഴ് അഡ്വഞ്ചർ ചിത്രമായ ഗജാന, തമിഴ് ഹൊറർ ചിത്രമായ ദ ഡോറ് എന്നീ 3 സിനിമകളും മലയാളം ഭാഷയിൽ ഡബ് ചെയ്ത് കൈരളി ടിവിയിലൂടെ ഇന്ന് മുതൽ സെപ്റ്റംബർ 4, 5, 6, 7 തീയതികളിലായിട്ട് 1ഉം 2ഉം തവണയൊക്കെ ആയിട്ട് സംപ്രേഷണം ചെയ്യുന്നതാണ്. കേരള പശ്ചാത്തലമാക്കി ചിത്രീകരിച്ച ബോളിവുഡ് റൊമാന്റിക് കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് പരം സുന്ദരി. നോർത്ത് ഇന്ത്യയിൽ എബോവ് ആവറേജ് അഭിപ്രായമൊക്കെ നേടിയ ഈ സിനിമ ഹിന്ദി ഭാഷയിൽ ആമസോൺ പ്രൈമിലൂടെ ഒക്ടോബർ 24-ാം തീയതി റെഗുലർ ആയിട്ട് OTT റിലീസ് ആകും. അതേസമയം സിനിമ ഒക്ടോബർ 10-ാം തീയതി റെന്റ് ഓപ്ഷനിലും OTT റിലീസ് ആകാൻ സാധ്യതയുണ്ട്. മികച്ച അഭിപ്രായം നേടിയ മാർവൽ സൂപ്പർ ഹീറോ ചിത്രമാണ് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ്. സിനിമ ആമസോൺ പ്രൈമിലൂടെ അമേരിക്കയിൽ ഇംഗ്ലീഷ് ഭാഷയിൽ സെപ്റ്റംബർ മാസം അവസാനം OTT റിലീസ് ആകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. സെപ്റ്റംബർ 23-ആണ് സിനിമയുടെ അൺഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ്. നേരത്തെ സൈന പ്ലേ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ട ധ്യാൻ ശ്രീനിവാസൻ അഭിനയിക്കുന്ന മലയാളം ത്രില്ലർ ചിത്രമാണ് ID ദ ഫേക്ക്. പുതിയതായിട്ട് പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അടുത്ത 2 ആഴ്ചകളിലായിട്ട് സിനിമ OTT റിലീസ് ചെയ്തേക്കുമെന്നാണ്. സെപ്റ്റംബർ 19 എന്ന സിനിമയുടെ എക്സ്പെക്റ്റഡ് OTT ഡേറ്റും കൂടെ പുറത്തു വന്നിട്ടുണ്ട്. മോഹൻലാൽ നായകനായ മികച്ച അഭിപ്രായം നേടി 45 കോടി കളക്ഷൻ കടന്ന റൊമാന്റിക് കോമഡി ഫാമിലി ഫീൽ ഗുഡ് മലയാളം ചിത്രമാണ് ഹൃദയപൂർവ്വം. സിനിമ സെപ്റ്റംബർ മാസം അവസാനം അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യ 10 ദിവസങ്ങളിലായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ആകും. സെപ്റ്റംബർ 25-ആണ് സിനിമയുടെ അൺഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ്.